നമസ്കാരം. രാവണോത്ഭവം കഥകളിയുടെ വിവരണത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് രാക്ഷസോൽപത്തി കഥയാണ് നമ്മൾ ദീർഘമായി പ്രതിപാദിച്ചത്. അതോടൊപ്പം തന്നെ അതിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് കല്ലേക്കുളങ്ങര രാഘവ പിഷാരടി തൻ്റെ രാവണോത്ഭവം എന്ന ആട്ടക്കഥയിലേക്ക് എടുത്തത് എന്നും നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ ബ്രഹ്മപാർശ്വങ്ങളിൽ നിന്നുണ്ടായ ഹേതിപ്രഹേതികളിൽ തുടങ്ങുന്ന രാക്ഷസോൽപത്തി രാവണൻ്റെ പ്രതാപത്തിൻ്റെ വിവരണത്തിൽ അവസാനിക്കുന്ന രാക്ഷസോൽപത്തിയിൽ മാല്യവാന്മാരുടെ അടുത്തേക്ക് നാരദൻ എത്തി അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി യുദ്ധം ചെയ്യിക്കുന്ന ഭാഗം മുതൽ ശൂർപ്പണഖ വിവാഹം വരെയുള്ള ഭാഗങ്ങളാണ് രാവണോത്ഭവം കഥയിലേക്ക് എടുത്തിട്ടുള്ളത്. 17 രംഗങ്ങളിലായിട്ടാണ് ഈ കഥ ശ്രീ രാഘവ പിഷാരടി വിവരിക്കുന്നത്. എന്നാൽ രാവണോത്ഭവത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ രാവണോത്ഭവം ഇന്നത്തെ അവതരണത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ ഒരൊറ്റ രംഗം മാത്രമാണ് ഇന്ന് പൊതുവെ അരങ്ങിൽ അവതരിപ്പിക്കാറുള്ളത്. അത് 14ാമത്തെ രംഗമാണ്. വളരെ അപൂർവമായി 4ഉം 5ഉം രംഗങ്ങളിൽ വരുന്ന മാല്യവാന്മാരുടെ നാരദനുമായുള്ള സംവാദവും അതിനുശേഷം സ്വർഗത്തിൽ പോയി ഉള്ള യുദ്ധവും അവതരിപ്പിക്കപ്പെടാറുണ്ട്. മാല്യവാന്മാർ 3 താടിവേഷങ്ങളായിട്ടാണ് വരുന്നത്. ഒരു പക്ഷേ 3 താടിവേഷങ്ങൾ വരുന്ന അവതരണങ്ങൾ മറ്റ് ഒന്നുമില്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാവും വളരെ അപൂർവമായെങ്കിലും ആ രംഗം അവതരിപ്പിക്കപ്പെടുന്നത്. വളരെ അപൂർവമായി പിന്നീട് അവതരിപ്പിക്കപ്പെടുന്നത് കൈകസിയും കുട്ടിരാവണനുമായിട്ടുള്ള 11ാമത്തെ രംഗമാണ്. കൈകസിയുടെ മടിയിൽ രാവണൻ കിടക്കുന്നതും, അങ്ങനെ മകൻ തൻ്റെ മടിയിൽ കിടക്കുമ്പോൾ അവൻ്റെ അർത്ഥ സഹോദരനായ വൈശ്രവണൻ സർവപ്രതാപത്തോടുകൂടി ആകാശത്തിൽ പുഷ്പവിമാനത്തിൽ പോകുന്നത് കണ്ട് വിഷമം പൂണ്ട കൈകസിയുടെ കണ്ണുനീർ വീണുണർന്ന രാവണൻ താൻ അവനെ പിടിച്ചു കെട്ടി അമ്മയുടെ പാദങ്ങളിൽ കൊണ്ട് ഇടാം എന്ന് പറഞ്ഞ് തപസ്സിനായി പോകുന്നതുമായിട്ടുള്ള 11ാമത്തെ രംഗം വളരെ അപൂർവമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. പിന്നീട് അപൂർവമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് അവസാനത്തെ രംഗമായിട്ടുള്ള ശൂർപ്പണഖയുടെ വിവാഹ രംഗമാണ്. അതിന് കാരണം വിദുജുഹൻ ഒരു രാക്ഷസ വീരനാണെങ്കിലും കഥകളിയിൽ ഒരു ഭീരുവായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ഭീരുവേഷത്തിൻ്റെ തമാശകളൊക്കെ കൂടി ചേർത്തിട്ടാണ്. ഈ 3 രംഗങ്ങൾ വളരെ അപൂർവമായിട്ട് അവതരിപ്പിക്കപ്പെടാറുണ്ട്. രാവണോത്ഭവം എന്ന കഥകളി ഇന്ന് 14ാം രംഗമായിട്ടുള്ള രാവണൻ്റെ തപസാട്ടം, രാവണനും സഹോദരങ്ങളുമായിട്ടുള്ള സംവാദം എന്നിവയിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോഴും അതൊരു കുറവായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അവരൊറ്റ രംഗം മതി കഥകളിയുടെ സമസ്ത സൗന്ദര്യവും ഒരാസ്വാദകൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ. ഞാൻ പലപ്പോഴും മുമ്പ് പറഞ്ഞിട്ടുള്ളതും ഞാൻ വിശ്വസിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യം, കഥകളി, കൂടിയാട്ടം മുതലായിട്ടുള്ള ക്ലാസിക്കൽ കലകൾ ഒരാശയത്തെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനല്ല അതിൻ്റെ അവതരണത്തിലൂടെ പ്രധാനമായും ലക്ഷ്യമെടുത്തത്. മറിച്ച് ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു അവതരണം എങ്ങനെ ചെയ്യാം എന്നുള്ളതിലാണ്. അതായത് കഥ എന്താ എന്നുള്ളതിനേക്കാൾ എങ്ങനെ അത് അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ആ കഥ അവതരിപ്പിക്കുന്നു എന്നുള്ളതിലാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഈ തപസാട്ടം എന്ന് പറയുന്ന ഒരു കോറിയോഗ്രാഫിക് എക്സലൻസ്, ഒരു നൃത്തശില്പം എന്ന് പറയുന്നതിനപ്പുറം
ഞാൻ വ്യക്തിപരമായി അതൊരു കൊറിയോഗ്രാഫിക് എക്സലൻസ് എന്നാണ് പറയാൻ ഇഷ്ടപ്പെടുക. അതിമനോഹരമായ ഒരു മേള സമ്പ്രദായവും അതിന് ഉതകുന്ന ഒരു കൊറിയോഗ്രഫിയുമായിട്ടാണ് രാവണൻ്റെ തപസാട്ടം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ വിവരണം അവതരിപ്പിക്കുന്ന ആശയത്തെക്കുറിച്ചല്ല, മറിച്ച് അതെങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതിൽ ഊന്നി നിന്നുകൊണ്ടാണ്. രാവണോത്ഭവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 11ാമത്തെ രംഗം, അവിടെ മുതൽ നമുക്ക് പറഞ്ഞു പോവാം. കൈകസി വിശ്രവസിൽ നിന്ന് 4 കുട്ടികളെ ലഭിച്ചതിന് ശേഷം മധുവനത്തിൽ ആ കുട്ടികളോടൊത്ത് താമസിക്കുന്നതാണ് 11ാം രംഗത്തിൻ്റെ തുടക്കം. വിശ്രവസിൻ്റെ മറ്റൊരു ഭാര്യയായ ഇളാപിളയിലുണ്ടായ പുത്രനാണ് വൈശ്രവണൻ എന്ന് നേരത്തെ പറഞ്ഞു. ലങ്കയുടെ അപ്പോഴത്തെ രാജാവായ വൈശ്രവണൻ ധനത്തിൻ്റെ അധിപനാണ്, ദിക്പാലകനാണ്, പുഷ്പകവിമാനം സ്വന്തമായിട്ടുള്ളയാളാണ്. അങ്ങനെ ഒരു ദിവസം മകനായ രാവണനെ മടിയിൽ കിടത്തി ആ കാട്ടിൽ കൈകസി വിശ്രമിക്കുമ്പോൾ വലിയ പെരുമ്പറയുടെ ശബ്ദത്തോടുകൂടി പുഷ്പകവിമാനത്തിൽ വൈശ്രവണൻ അതുവഴി കടന്നു പോകുന്നു. മഹാപ്രതാപിയും സർവൈശ്വര്യങ്ങളും നിറഞ്ഞവനുമായ വൈശ്രവണൻ അവൻ്റെ അർത്ഥസഹോദരനായ രാവണനെയും നോക്കി തൻ്റെ മകൻ്റെ സ്ഥിതിയോർത്ത് കൈകസി കരയുമ്പോൾ ആ കണ്ണുനീര് വീണ് ഉണരുന്ന രാവണൻ അമ്മ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ച് കാരണം മനസ്സിലാക്കി ആ വൈശ്രവണനെ തോൽപ്പിച്ച് കൈയും കാലും കൂട്ടിക്കെട്ടി അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇട്ടുതരാം എന്ന് പറഞ്ഞ് അതിനുവേണ്ടി തപസ് ചെയ്ത് വരങ്ങൾ നേടുവാനായി ഗോകർണ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. 12ാമത്തെ രംഗത്തിൽ തൻ്റെ സഹോദരങ്ങളെയും ഒപ്പം കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. 13ാം രംഗത്തിൽ ആദ്യം 10,000 വർഷവും അതിനുശേഷം ഓരോ തലയും അറക്കുന്നതിനിടയിൽ 1000 വർഷങ്ങളുമായിട്ട് വളരെ നീണ്ടു നിൽക്കുന്ന കഠിനമായ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നുകൊണ്ടുള്ള രാവണൻ്റെ തപസ്സിൻ്റെ ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് സർവൈശ്വര്യങ്ങളും ലോകം മുഴുവൻ ജയിക്കുവാനുള്ള വരവും അതോടൊപ്പം തന്നെ മനുഷ്യരാലല്ലാതെ വധിക്കപ്പെടുകയില്ല എന്നുള്ള വരവും രാവണന് നൽകുന്നു. അങ്ങനെ ഈ വരങ്ങളെല്ലാം നേടിയിരിക്കുന്ന രാവണനെയാണ് നമ്മൾ 14ാമത്തെ രംഗത്തിൽ കാണുന്നത്. ആ 14ാമത്തെ രംഗത്തിൻ്റെ ശ്ലോകം വളരെ പ്രാധാന്യമുള്ളതാണ്. ലോകേശാത്ത വരപ്രതാപ ബലവാൻ എന്നാണ് ആ ശ്ലോകം തുടങ്ങുന്നത്. രാവണൻ്റെ അപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. ലോകേശനിൽ നിന്ന്, ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരങ്ങൾ കൊണ്ട് പ്രതാപവാനും ബലവാനുമായിരിക്കുന്ന രാവണൻ, ആ രാവണനെയാണ് 14ാം രംഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. ലോക ഈശ്വരനിൽ നിന്ന്, ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച വരത്താൽ അതിപ്രതാപിയും അതിബലവാനുമായി തീർന്ന ദശമുഖൻ രാവണൻ ഒരു കൂസലുമില്ലാതെ സർവ്വലോകങ്ങളും ജയിക്കുകയും ദേവേന്ദ്രനെപ്പോലും അതുപോലെ തന്നെ ദിക്പാലകന്മാരെപ്പോലും വരുതിയിലാക്കി തൻ്റെ കരബലത്താൽ അതിഗർവിഷ്ഠനായിരിക്കുന്നു രാവണൻ്റെ അവസ്ഥ. അങ്ങനെ ഗർവിഷ്ഠനായിരിക്കുന്ന അതിപ്രതാപനായ ബലവാനായ രാവണൻ തൻ്റെ സഹോദരങ്ങളോട്, തന്നോടൊപ്പം തപസ് ചെയ്യാൻ പോയ സഹോദരങ്ങളോട് ഇങ്ങനെ
പറഞ്ഞു എന്നാണ് ശ്ലോകം. അപ്പോൾ രാവണൻ എല്ലാ വരങ്ങളും നേടി അതിപ്രതാപവാനായിരിക്കുന്നതാണ് ഈ രംഗത്തിൻ്റെ തുടക്കം. ഇതിൻ്റെ അവതരണത്തിൻ്റെ പ്രത്യേകത, ഇതിനു മുമ്പുള്ള 3 രംഗങ്ങളിൽ നടന്ന കാര്യങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് രാവണൻ ആലോചിക്കുന്നതായിട്ടാണ് അവതരണം. ഇത് കൂടിയാട്ടത്തിൻ്റെ ഒരു സങ്കേതമാണ്. ആട്ടക്കഥയിൽ ഈ കാര്യങ്ങളെല്ലാം പദങ്ങളായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും അതൊന്നും അവതരിപ്പിക്കുന്നതിലല്ല ഇവിടെ ശ്രദ്ധ. പകരം ആ കഥയിലൂടെ കടന്നുപോയി രാവണൻ വരങ്ങളൊക്കെ നേടി ഒരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് രാവണൻ തൻ്റെ പഴയ കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ടാണ് കഥകളിയിൽ അവതരിപ്പിക്കുന്നത്. ആ ഭാഗമാണ്, ആ അവതരണമാണ് തപസാട്ടം, രാവണൻ്റെ തപസാട്ടം എന്ന പ്രസിദ്ധമായിട്ടുള്ള ഭാഗം. അപ്പോൾ ഈ ശ്ലോകം കഴിഞ്ഞിട്ട് രാവണൻ്റെ തിരനോക്ക് ഇടമട്ടിലുള്ള തിരനോക്കാണ്. കാരണം പതിഞ്ഞ തിരനോക്ക് വരുന്നത് അതിനുശേഷം ഒരു പതിഞ്ഞ പദം വരുന്നെങ്കിൽ മാത്രമാണ് പതിഞ്ഞ. അപ്പോൾ ഇത് ഇടമട്ടിലുള്ള ഇടത് കാല് പീഠത്തിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് അല്പം കാലം കയറിയിട്ടുള്ള തിരനോക്കാണ്. 4 നോക്ക് തന്നെയാണുള്ളത്. ഈ 4 നോക്കിലും വീരത്തിന് വലിയ പ്രാധാന്യവും അഹങ്കാരവും കുറച്ച് കലർത്തി വീരത്തിന് വലിയ കാര്യം, എല്ലാം നേടി വീരനായിരിക്കുന്ന രാവണനാണ്, അഹങ്കാരത്തോടു കൂടിയിരിക്കുന്ന രാവണനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഭാവം, തിരനോക്കിൻ്റെ ഭാവം വീരഭാവമാണ്. 4 നോക്കുകളിലും വീരം അല്ലെങ്കിൽ കുറച്ച് അഹങ്കാരം കൂടി കലർന്ന വീരമാണ് വരുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ കല്യാക്കുളങ്ങര രാഘവ പിഷാരടിയെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ഇട്ടിക്കോമ്പി അച്ഛൻ്റെ സദസ്സിനായിരുന്നു. അവിടെ നിന്ന് പലായനം ചെയ്ത് കൊച്ചിയിലെത്തി. അവിടെ വെച്ചിട്ടാണ് ഈ രാവണോത്ഭവം ആട്ടക്കഥ എഴുതിയത്. ഇത് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് എഴുതി അത് ചിട്ടപ്പെടുത്തുന്ന സമയത്ത് കഥകളിയിൽ വലിയ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള കപ്ലിങ്ങാട് നമ്പൂതിരി അവിടെ എത്തുകയും അദ്ദേഹവും ഇട്ടീരിപ്പണിക്കർ എന്ന് പറയുന്ന നടനും ഉണ്ണീരിപ്പണിക്കർ എന്ന് പറയുന്ന മേളക്കാരനും ചേർന്ന് ഈ രാവണോത്ഭവത്തിൻ്റെ ഘടനയിലേക്ക് ചേർത്ത് വെച്ച ഭാഗമാണ് ഈ തപസാട്ടം എന്നാണ് പറയപ്പെടുന്നത്. കപ്ലിങ്ങാടൻ നമ്പൂതിരിയാണ് കഥകളിയിലെ കത്തിവേഷങ്ങൾക്ക് ഇന്നുള്ള ഈ ഒരു രൂപവും ഭാവവും ഒക്കെ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തത് എന്നാണ്. ഇന്ന് അതിൽ നിന്ന് ഒരുപാട് വികസിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അടിസ്ഥാന സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തത് കത്തിവേഷങ്ങളുടെ രൂപത്തിലും അതുപോലെ തന്നെ അവതരണക്രമത്തിലും ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ 3 പ്രധാനപ്പെട്ട കത്തിവേഷങ്ങളാണ്: 1 നരകാസുരവധം, 2 ഉത്ഭവം രാവണൻ, 3 ബാലിവിജയൻ രാവണൻ. ഇതാണ് പിന്നീടുള്ള കത്തിവേഷങ്ങളുടെ അടിസ്ഥാന സ്ട്രക്ചറായി മാറിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹവും ഇട്ടീരിപ്പണിക്കരും ഉണ്ണീരിപ്പണിക്കരും കൂടിയാണ് ഈ തപസാട്ടം രൂപപ്പെടുത്തിയതെന്നാണ് വിശ്വസിക്കുന്നത്. ഈ തപസാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ കപ്ലിങ്ങാടിൻ്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കൂടിയാട്ടത്തിൻ്റെ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൽ വളരെയധികം ഉണ്ടായിട്ടുണ്ട്. നരകാസുരവധത്തിലേക്ക് ശൂർപ്പണഖാംഗം ചേർത്ത് വയ്ക്കുന്നത് അദ്ദേഹമാണ്. കൂടിയാട്ടത്തിലെ പ്രധാനപ്പെട്ട ഖരവധം കഥകളിയിലും അതുപോലെ തന്നെ കൂടിയാട്ടത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ശൂർപ്പണഖാംഗം. ശൂർപ്പണഖയുടെ കർണനാസികാകുജച്ഛേദം ചെയ്യുന്ന ഭാഗം. ആ ശൂർപ്പണഖാംഗം അതേപോലെ എടുത്ത് നക്രതുണ്ടിയുടെ വരവിന് ചേർത്ത് വെച്ചത് കപ്ലിങ്ങാടൻ നമ്പൂതിരിയാണ്. ഇപ്പോഴും തെക്കൻ സമ്പ്രദായത്തിൽ നക്രതുണ്ടിയുടെ ആ ഭാഗത്തിന് ശൂർപ്പണഖാംഗമാടുക എന്നാണ് പറയുന്നത്. അദ്ദേഹം വളരെ ശക്തമായി കൊണ്ടുവന്ന മറ്റൊരു ഇതാണ് പകർന്നാട്ടം.
മറ്റ് കഥാപാത്രങ്ങളായിട്ട് പകർന്നാടുക എന്നുള്ളത്. അത് ഈ പറഞ്ഞ ഐരാവതമായി പകർന്നാടുന്നുണ്ട്. അഹല്യയുടെ ഇതിൽ പിന്നീട് വന്നതാണെങ്കിലും അവിടെ പകർന്നാടുന്നുണ്ട്. തെക്കൻ സമ്പ്രദായത്തിലാണെങ്കിൽ നക്കറുതുണ്ടിയായിട്ട് പകർന്നാടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പകർന്നാട്ടവും അദ്ദേഹം വളരെ ശക്തമായിട്ട് തൻ്റെ സ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ തൻ്റെ സംവിധാനത്തിലുണ്ടായ ആട്ടക്കഥകളുടെ അവതരണത്തിൽ ചേർത്ത് വച്ചിട്ടുണ്ട്. ഈ ബാലിവിജയത്തിൽ കലാസൗധാരണവും പാർവതി വിരഹവും അതുപോലെ തന്നെ കൂടിയാട്ടത്തിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന അതിലും പകർന്നാട്ടമാണ് പ്രധാനമായും. പാർവതിയായും ശിവനായും ദേവസ്ത്രീകളുമായിട്ടൊക്കെ പകർന്നാടുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ ഉത്ഭവത്തിൽ ഈ തപസാട്ടം ചിട്ടപ്പെടുത്തുമ്പോൾ അദ്ദേഹം കൂടിയാട്ടത്തിൻ്റെ മറ്റൊരു സങ്കേതത്തെയാണ് പിന്തുടരുന്നതെന്ന് കാണാം. ഈ കൂടിയാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, അതിലെ പ്രധാന കഥാപാത്രങ്ങൾക്കെല്ലാം തന്നെ അതിൻ്റെ ആദ്യമായിട്ട് അരങ്ങത്തേക്ക് വരുമ്പം അവരെ ഒരു പുറപ്പാടും അതിനുശേഷം നിർവഹണം എന്ന് പറയുന്ന ഒരു ഭാഗവുമുണ്ട്. അതിനുശേഷമാണ് കൂടിയാട്ടം വരുന്നത്. അപ്പോൾ രാവണൻ ഒരു കൂടിയാട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ ആ രാവണനെ ആദ്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ രാവണൻ്റെ പുറപ്പാട് എന്നത് നമ്മുടെ കഥകളിയിൽ കാണുന്ന പുറപ്പാട് പോലെയല്ല. രാവണൻ്റെ പുറപ്പാട് എന്ന് പറയുമ്പോൾ അത് രാവണനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് സ്വയം പരിചയപ്പെടുത്തിയാണ് ആ കഥാപാത്രം വരുന്നത്. താൻ ആരാണ് എന്നുള്ളത് ആ പുറപ്പാടിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം തൻ്റെ പൂർവ്വകഥ ആടി അതിനൊരു കഥാബന്ധം വരുത്തി ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള കഥ വിസ്തരിച്ച് പറയുന്ന ഒരു രീതി കൂടിയാട്ടത്തിനുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് തൻ്റെ അവസ്ഥ, ആ അവസ്ഥയിലേക്ക് താൻ എങ്ങനെ എത്തി എന്ന് പറയുന്ന, അങ്ങനെ കഥാബന്ധം വരുത്തുന്നത്. അപ്പോൾ അതിന് ഒരു അനുക്രമം, സംക്ഷേപം എന്നൊക്കെയുള്ള പല ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഏതാണ്ട് അതേ ഒരു സ്ട്രക്ചറാണ് ഇവിടെ രാവണൻ്റെ തപസാട്ടത്തിന് കപ്ലിങ്ങാടൻ തിരുമേനി കൊണ്ടുവന്നിട്ടുള്ളത്. അതെങ്ങനെയെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത്, ഈ വരങ്ങളെല്ലാം നേടി മഹാപ്രതാപിയായിരിക്കുന്ന രാവണനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ രാവണൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതിവീരനായിട്ട്, പ്രതാപിയായിട്ട്, ബലവാനായിട്ട് വരങ്ങളെല്ലാം നേടിയിരിക്കുന്ന രാവണൻ. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ത്? ആ അവസ്ഥയ്ക്ക് കാരണമെന്ത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് രാവണൻ ഈ രംഗത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. കൂടിയാട്ടത്തിൻ്റെ രീതിയാണ്. അപ്പോൾ അവിടെ ഈ അനുക്രമം, സംക്ഷേപം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ചുരുക്കം പറഞ്ഞിട്ട് എനിക്കേറ്റം സുഖം ഭവിച്ചു, അതെന്തുകൊണ്ട് മനസ്സിലായി, ഞാൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് എല്ലാ വരങ്ങളും നേടി അതിപ്രതാപവാനായി മാറി, അതിനു കാരണമെന്ത് എന്ന് ആലോചിച്ച് പുറകിലേക്ക് പോയിട്ട് ആ കാരണം എന്ത് എന്ന് പറഞ്ഞ് അതുകൊണ്ട് എനിക്ക് സുഖം ഭവിച്ചു എന്ന് പറഞ്ഞു തീർക്കുന്ന ഒരു രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കണം. അപ്പോൾ രാവണൻ വരം നേടിക്കഴിഞ്ഞതിന് ശേഷം, ആ രാവണൻ വരം നേടി പ്രതാപവാനായി വീരനായി ഇരിക്കുന്ന അവസ്ഥയിലിരുന്നു കൊണ്ട് തൻ്റെ ഈ അവസ്ഥ എങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിക്കുന്നതായിട്ടാണ് രാവണോത്ഭവത്തിലെ പ്രധാനമായ ഭാഗമായ തപസാട്ടം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ആട്ടത്തെ സമീപിക്കാൻ. ഈ ചിട്ടപ്പെടുത്തൽ വളരെ കൃത്യമാണ്. അത് തന്നെയായിരിക്കും ആടുന്നത്. അത് നമ്മൾ ഒരു മാറ്റവും സാധാരണ അതിന് വരുത്താറില്ല. അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ അവതരണം എന്താണ് എന്നുള്ളത്
വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ ഒരു ലീനിയറായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നതായിട്ടാണ് ഈ അവതരണം. അപ്പോൾ ഞാനൊരവസ്ഥയിലെത്തിപ്പെട്ടു. അവിടെ നിന്നുകൊണ്ട് എങ്ങനെ ഞാൻ ഈ അവസ്ഥയിലേക്ക് എത്തി, എങ്ങനെ ഞാൻ ഈ വരങ്ങൾ, രാവണനെ സംബന്ധിച്ചാണെങ്കിൽ രാവണൻ വരങ്ങൾ നേടി മഹാപ്രതാപിയായി വീരനായി ഇരിക്കുന്നു. എങ്ങനെ താൻ ഇങ്ങനെ ഈ അവസ്ഥയിലെത്തി എന്ന് രാവണൻ ആലോചിക്കുന്ന കൂടിയാട്ടത്തിൻ്റെ ഒരു സങ്കേതമായിട്ടുള്ള ഈ അവസ്ഥയെ കാരണമന്വേഷിച്ച് കഥാബന്ധം നടത്തുന്ന ഒരു രീതി നമുക്ക് ഈ ആട്ടത്തിൽ കാണാം. മനോഹരമായ കൊറിയോഗ്രാഫി, മനോഹരമായൊരു നൃത്തശില്പമാണ്. അതുകൊണ്ട് തന്നെ ആ നൃത്തം എൻജോയ് ചെയ്യണം. മേളം, ഈ നൃത്തത്തെ മുഴുവനായി പിടിച്ചു നിർത്തുന്നത് ആ മേളമാണ്. ആ മേളം എൻജോയ് ചെയ്യണം. ആശയമല്ല, അവതരണമാണ് പ്രധാനം. അടുത്ത ഭാഗത്തിൽ നമുക്ക് അതിൻ്റെ അവതരണത്തിൻ്റെ സ്ട്രക്ചർ നോക്കാം. നമസ്കാരം.